ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ സുപ്രീം കോർട്ട് ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ നടപടി, അതായത് പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും പല നിയമങ്ങൾ പാസ്സാക്കി അതിൻ്റെ മറവിൽ ഏകദേശം 3500ഓളം കേസുകൾ, ഇന്നും ഏകദേശം 600-700ഓളം പേര് ജയിലിനകത്താണ്. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ ആയിട്ടുള്ള ഒരു ബില്ലാണ്, നിർബന്ധിത മതപരിവർത്തനം. കാരണം ബാക്കിയുള്ള കേസുകളൊന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരികയും അതിനകത്ത് ലോകത്തെവിടെയും കേൾക്കാത്ത രീതിയിലുള്ള നിയമങ്ങൾ അതിൻ്റെ അകത്തോട്ടങ്ങ് ചേർത്ത്. ഞാനിത് പറഞ്ഞു നേരത്തെ, ഇത് സംഘപരിവാറിൻ്റെ വർഷങ്ങളായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ്. ഇവരോട് പല ആൾക്കാരും ചോദിക്കുമ്പോൾ, ഈ ഒറീസ ഇഷ്യൂ ആണെങ്കിലും ഈ നോർത്ത് ഈസ്റ്റ് ഇഷ്യൂവിൽ ഇവിടുത്തെ എത്ര ക്രിസ്ത്യൻസ് ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ കൊടുത്തിരുന്ന ആൻസറാണ്, ഏതെങ്കിലും സമയത്ത് BJP ഗവൺമെൻറ് ഓരോ സ്റ്റേറ്റുകളിൽ അധികാരത്തിൽ വരുമ്പോൾ ഇതേപോലെയുള്ള ബില്ലുകൾ കൊണ്ടുവന്ന് ക്രൈസ്തവരെ ഞങ്ങൾക്ക് ഒതുക്കാൻ സാധിക്കും. ഇത് ഒരാളല്ല, പല ആവർത്തി പലയിടത്തും ഈ RSSൻ്റെ പല ക്യാമ്പുകളും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ക്യാമ്പുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പം അതിൻ്റെ ഇത് പിടിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ കയറിയ പല സ്റ്റേറ്റുകളിലും ഇതേപോലെയുള്ള നിയമങ്ങൾ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്നത്, ബില്ല് പാസ്സാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം പെട്ടെന്ന് ഇത് സുപ്രീം കോർട്ടിൽ എത്താനുണ്ടായ കാരണം എന്താ? സംശയം. അത് നോർമലായിട്ടുള്ള ചോദ്യമാണ്. പെട്ടെന്ന് എങ്ങനെ സുപ്രീം കോർട്ടിൽ വന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഈ പറയുന്ന പല ബില്ലുകളും പല സ്റ്റേറ്റുകളും, മധ്യപ്രദേശ് ആണെങ്കിലും ഉത്തരാഖണ്ഡ് ആണെങ്കിലും ഹിമാചൽ ആണെങ്കിലും ഛത്തീസ്ഗഡ് ആണെങ്കിലും BJP ഭരിക്കുന്ന, ഇപ്പോൾ ഈ കർണാടകയിലാണെങ്കിൽ BJP ഭരിക്കുന്ന പല സ്റ്റേറ്റുകളും നേരത്തെ ഭരിച്ചിരുന്നിടത്തും ഇതൊരു വ്യാപകമായിട്ട് പോലീസിനും അതേപോലെ ബജറാൻദൾ ഗുണ്ടകൾക്കും, അതായത് ഈ ദലിത്സിൻ്റെ മേളിൽ കയറാനുള്ള ആയുധമാക്കി അങ്ങ് മാറ്റി. കാരണം ഇവർക്കറിയാം ഈ ദലിത് അട്രോസിറ്റീസ് ആക്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം അതിനെ എങ്ങനെ മറികടക്കണം, അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്ത സംഭവം നമ്മൾ ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇഷ്യൂ ആയത്. പിന്നെ ഈ പറയുന്ന മതപരിവർത്തനം, RSSൻ്റെ അജണ്ട, ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും രസകരമായ ഫാക്റ്റ്. ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂ, ആ കന്യാസ്ത്രീകളുടെ ഇഷ്യൂ, ഇതിനൊരു ഗ്ലോബൽ പിക്ചർ അങ്ങ് കിട്ടി. നിങ്ങൾ മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളും മെയിൻ സ്ട്രീം മീഡിയ ഒന്നും ഈ സംഭവം തൊടുന്നില്ല. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയെ കൂടി ഇത് ഗ്ലോബലൈസ്ഡ് ആയി. ഇത് ഫേസ്ബുക്ക് ആണെങ്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇത് ഗ്ലോബലി അങ്ങ് കടന്നു കയറി. അങ്ങനെ പോയ സമയത്ത് പല രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റ്സ്, ഇന്ത്യയിൽ അവരുടെ കോൺസുലേറ്റ് ഉണ്ട്, എംബസി ഉണ്ട്, ഇവരൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് ഈ കത്തുകൾ എഴുതി അവർ പല രീതിയിൽ പരിഭവം പറഞ്ഞു. അവിടുത്തെയുള്ള പൊളിറ്റീഷ്യൻസും അവരെല്ലാം ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് ഒരു 10 പേർ ഒരിടത്ത് കൂടുന്നു. അവരാരെ ആരാധിക്കുക, അത് രണ്ടാമത്തെ കാര്യം. അതിനെതിരെ ഇത്രയും വ്യാപകമായ കേസുകൾ ഈ ദലിത് കമ്മ്യൂണിറ്റിക്കെതിരെ എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന്, അതായത് ഇന്ത്യയുടെ പ്രതിച്ഛായ മോശമാകാൻ തുടങ്ങി. നേരത്തെ ഇതേപോലെ ഇന്ത്യയുടെ പ്രതിച്ഛായ മോശമായ ഇഷ്യൂ ആയിരുന്നു പശുവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വെറുതെ വാം പിടിച്ച മുസ്ലിങ്ങളെ കൊല്ലാൻ തുടങ്ങി. എത്ര പേരെയാണ് കൊന്നത്? കാരണം ഞാനിത് റിപ്പോർട്ട് ചെയ്തത്, അവർ പശുവൊന്നും അല്ല, അവർ പക്ക കോഴി ഇറച്ചിയാണ്, പെട്ടെന്ന് അതിനെ പശുവിൻ്റെ ഇറച്ചിയാക്കി മാറ്റുന്നു. എത്ര ഇഷ്യൂസ് ഉണ്ടായി. മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർ 2 പശുവിനെ മേടിച്ച് വാനയെ കൂടെ പോകുമ്പോൾ അതിനെ തടഞ്ഞെടുത്ത് അവരെ അടിച്ചു കൊല്ലുന്നു. അപ്പം ഇതൊക്കെ സ്പോട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അതും ഉറപ്പായിട്ടും അതും ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയി മാറി. ഇസ്ലാമിക രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ശക്തമായിട്ട് പ്രതികരിച്ചു ഇന്ത്യക്കെതിരെ. അത് പബ്ലിക്കായിട്ടല്ല പ്രതികരിച്ച്, അത് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആ രീതിയിൽ പ്രതികരിച്ചപ്പോഴാണ് മോദി ഗവൺമെൻറ് മുന്നോട്ടിറങ്ങി ഈ സാധനം ക്രാക്ക് ഡൗൺ ചെയ്ത്, അത് അതായത്
ഗോമാതാവ് പരിപാടി ഒത്തിരി ബ്രിഗേഡുകളും സംഭവങ്ങളുണ്ട്. അവരെയൊക്കെ ഒതുകൂടെ കിടന്നു. ഒരൊറ്റ ഒരുത്തിലും ഇന്ന് കാണാനില്ല കേട്ടോ. അത് വലിയ സത്യമാണ്. നോർത്ത് ഇന്ത്യയിൽ ഈ പശുവിനെ പ്രേമിക്കുന്നവരൊക്കെ ഭയങ്കര യൂണിറ്റുകളുണ്ടായിരുന്നു പല സിറ്റികളിലും ഗ്രാമങ്ങളിലും ഒക്കെ. പക്ഷെ മോദി ഗവൺമെൻറ് അത് ക്രാക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഒറ്റ ഒരുത്തിനെ കാണാൻ എല്ലാവരും ഒളിച്ചു ഓടിപ്പോയി, പല നാട് വിട്ടുപോയി. അതേപോലെ പശുവിനെ ആൾക്കാർ മേടിച്ചുകൊണ്ട് വരുന്നു. ചില ആൾക്കാർ അതിനെ 10-50 വേറൊരിടത്തോട്ട് കൊണ്ടുപോകുന്നു. പെട്ടെന്ന് പശു സ്നേഹം അങ്ങ് കൂടി. ഇതൊക്കെ പൈസ അടിച്ച് മാറ്റലും പ്രശ്നമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അധികം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ബജറംഗ് ദളിൻ്റെ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ, സംഘ് പരിവാറിൻ്റെ ഒരു ലേബലുണ്ട്. അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഇതിനകത്തുണ്ടായ പ്രശ്നമെന്ന് പറയുന്നത് ഈ ക്രൈസ്തവ മതപരിവർത്തനം എന്നും പറഞ്ഞിട്ട് ഇവർ ചെയ്തു കഴിഞ്ഞപ്പോൾ അടി കിട്ടിയത് ബേസിക്കലി BJPക്ക്. കാരണം ഇവരൊക്കെ ബേസിക്കലി ഈ നോർത്ത് ഇന്ത്യയിലെ ദളിറ്റ്സൊക്കെ ഒരു പ്രോ മോദി അനുഭാവികളാണ്. കാരണം മോദി അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തത്, ഹൈലൈറ്റ് ചെയ്തത് അംബേദ്കറെയാണ്. അദ്ദേഹത്തിൻ്റെ 100ാമത്തെ വാർഷികം, അതൊക്കെ വലിയ രീതിയിലാണ് ഹൈലൈറ്റ് ചെയ്തത്. ഭീം ആപ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ. അതേപോലെ തന്നെ വാരണാസിയിൽ അതെല്ലാം ശുദ്ധീകരിച്ചതിൻ്റെ പേരിൽ 5ഓളം പേരെ ഇരുത്തിയിട്ട് അവരുടെ കാല് കഴുകുന്നത്. ഇതൊക്കെ ഒരു സിംബോളിക്കാണ്. അതോടെ തീർന്നു പോയതാണ് ഈ ദളിത് പൊളിറ്റിക്സിൻ്റെ. അതായത് ഖാൻഷീറാനും ആ BSP എന്ന് പറഞ്ഞ മായാവിതയുടെ പാർട്ടി ഒരൊറ്റ കാല് കഴുകുകൾ തീർന്നു പോയി UP-യിൽ. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അവർ മുഴുവനും ബ്ലോക്കായിട്ട് BJPയുടെ കൂടെ പോയി. അത് ഈ പറയുന്ന ഈ ബജറാങ് ദൾ ഈ ദളിറ്റ്സിനെ അടിക്കാനും പിടിക്കാനും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഉണ്ടായ സംഭവമാണ്. പെട്ടെന്ന് മോദിയെ തെറി വിളിക്കാൻ തുടങ്ങി, BJPയെ തെറി വിളിക്കാൻ തുടങ്ങി. BJPക്കാർ പെട്ടെന്ന് BJPയെ മോദിയെ തെറി വിളിക്കാൻ തുടങ്ങി. കാരണം ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമല്ലയോ ഒരാൾ 10 പേരോട് കൂടുന്നു, അവർ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ എന്തോ വേണം ചെയ്യട്ടെ. അതിനെതിരെ പെട്ടെന്ന് വരുന്നു, ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയുന്നു. കുറച്ച് ജയ് ഹനുമാനും മാതൃസേനയോ ഹനുമാൻ സേനയൊക്കെ വന്നു കഴിഞ്ഞ് അവരെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. നിങ്ങൾ വിചാരിച്ചോ ഇതൊക്കെ വളരെ സൈലൻ്റായിട്ട് ലോകം മുഴുവനും നോക്കി നിൽക്കുക? ഇതെന്തുവാ ഇന്ത്യ എന്ന് പറഞ്ഞ ബനാന റിപ്പബ്ലിക്കാണോ? ഈ കേരളത്തിൽ മരമാക്കിന് സംഘപരിവാറുകാർ വിചാരിച്ച് ഛത്തീസ്ഗഡ് ഇഷ്യൂ, അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു, ഇത് നിങ്ങളുടെ ലെവലിലൊന്നും നിൽക്കുന്ന കാര്യമൊന്നും അല്ല. കാരണം ഇവരവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അവരിവിടെ പറയുന്നു വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കാൻ. ഈ ഇഷ്യൂ കത്തിപ്പോയതാണ്. അവസാനം ഈ ലോകം മുഴുവനും അറിഞ്ഞ് ഇന്ത്യ മുഴുവനും നാറി ഇന്ത്യയിലെ ദളിറ്റ്സിനെതിരെ ഡെലിബറേറ്റ് ആയിട്ട് BJP അവർ ഭരിക്കുന്ന ഗവൺമെന്റും ബജറാങ് ദളും ഉപയോഗിക്കുന്ന ടൂളാണ് ഇതെന്ന് പറഞ്ഞ് ഇഷ്യൂ ആയി. അതാണ് അതിൻ്റെ കാരണം. പെട്ടെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്റർവ്യൂൻ ചെയ്യുക. അപ്പം നേരത്തെ ഇതേപോലെ ആപ്ലിക്കേഷൻ കിടപ്പുണ്ട് സുപ്രീം കോടതിൻ്റെ മുമ്പിൽ. പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തമാശയാണ്. ഒരു സംഘപരിവാർ ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ വലിയ ഇൻട്രസ്റ്റിങ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് മറ്റുള്ള സ്റ്റേറ്റുകൾ ചെയ്ത പോലെ മതപരിവർത്തന നിരോധനം സുപ്രീം കോടതി ഉത്തരവിടണം. ഇതാണ് സംഭവം, പ്രധാനപ്പെട്ട ഒരു ഹർജി. അതിൻ്റെ കൂടെ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇഷ്യൂസും അതിൻ്റെ പല ആപ്ലിക്കേഷൻസും, അതേപോലെ ഹൈക്കോടതിയിൽ ഇതേപോലെ ഇഷ്ടം പോലെ കേസുകളും. കാരണം പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, ചാർജ് ഷീറ്റ് ഇല്ല, ചില കോടതികൾ ശിക്ഷിക്കാൻ വരെ തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുമല്ലയോ? ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു ഫേക്ക് നറേറ്റീവിൽ ഉണ്ടാക്കിയ ബില്ലുകൾ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ആ രീതിയിലേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രിയാമ്പിൽ ഇതെല്ലാം ഇത് മാറ്റണം. അതില്ലാതെ ഈ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇഷ്യൂ ആയി. അതിൻ്റെ പേരിൽ മോദി ഗവൺമെൻറ് തന്നെയാണ് എനിക്കറിയാൻ സാധിച്ചത് വെരി വെൽ സോഴ്സ്ഡ് ഇങ്ങനൊരു ഇഷ്യൂ. കാരണം ഒരു ഗവൺമെൻറ് സുപ്രീം കോടതിയുടെ എല്ലാ അറ്റോർണി ജനറൽ ആണെങ്കിൽ സോളിസിറ്റർ ജനറൽ എല്ലാം ഗവൺമെൻറ്റിനെ ബ്രീഫിംഗ് ഉണ്ടല്ലോ എവറി ഡേ. അവർ തന്നെയാണ് പറഞ്ഞിങ്ങനെ ബില്ല്. അപ്പം ഗവൺമെൻറ് തീരുമാനിച്ചു ഇതിനൊരു അറുതി വന്നേ മതിയാവത്തുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇതിൽ ഇടപെടാനും
2-3 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ സംസ്ഥാന ഗവൺമെന്റിനോട് റിപ്പോർട്ട് കൊടുക്കാൻ, ഹൈക്കോർട്ടിലുള്ള കേസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യട്ടെ, ഇതെല്ലാം കൂടെ ക്ലംപ് ചെയ്യട്ടെ എന്ന് ഗവൺമെന്റ് യൂണിയൻ ഓഫ് ഇന്ത്യയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്തോളാൻ. അത് മനസ്സിലാക്കുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് ഈ സംഭവങ്ങൾ ഇത്രയും പിച്ച് മാറിയത്. അവിടെയാണ് സുപ്രീം കോടതി ഇടപെടുന്നത്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്, മോദി ഗവൺമെന്റ് മനസ്സിലായി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രമസമാധാനം മാത്രമല്ല, ഇന്ത്യയിലെ ദളിത്സിനെ അടിച്ചൊതുക്കാൻ പറ്റുന്ന ടൂളായിട്ട് ഇവർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ മറ്റേ ആ പശുവിൻ്റെ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ടു ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിയെ തൊലയ്ക്കാൻ വേണ്ടി ഉദ്ദേശം ഉണ്ടാക്കിയെടുത്ത സംഭവം അത്. പിന്നീടാണ് ഗവൺമെന്റ് രണ്ടും തിരിച്ചങ്ങ് മുന്നോട്ടങ്ങ് പോകുന്നത്. ഏറ്റവും കൂടുതൽ പേര് അറസ്റ്റ് ചെയ്താരെ യോഗി ഗവൺമെന്റ് പശുവായിട്ട് ബന്ധപ്പെട്ട്, ഏറ്റവും കൂടുതൽ പിന്നെ അറസ്റ്റ് ചെയ്താരെ BJP ഗവൺമെന്റാണ് പശുവായിട്ട് ബന്ധപ്പെട്ട്. അവന്മാരെല്ലാം സ്റ്റേറ്റിൽ എടുത്ത് പോയി കളഞ്ഞു, ഗുണ്ടായിട്ട് എടുത്ത് അവന്മാർ തലവെച്ചു കൊടുത്തു. ഇപ്പം ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഇഷ്യൂ എന്ന് പറയുന്നത്, സുപ്രീം കോർട്ടിൽ ഉണ്ടാകാൻ, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കും. ഇപ്പം യൂണിയൻ ഓഫ് ഇന്ത്യ ഇതിനകത്ത് എടുക്കുന്നൊരു നിലപാടുണ്ട്. കാരണം ഒരിക്കലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. അത് നമ്പർ 1 സംഭവം. എങ്ങനെ നിൽക്കാൻ പറ്റും? കാരണം ഭരണഘടനയ്ക്കെതിരായിട്ട് ഇങ്ങനൊരു സംഭവം 10 പേര് കൂടുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവരൊരു മതവും മാറുന്നില്ല, അവരുടെ പേരും മാറ്റുന്നില്ല, അത് തെറ്റാണ്. അതിനെതിരെ നിയമം പാസ്സാക്കിയ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ ആ സ്റ്റേറ്റ് ഗവൺമെന്റിനെ അനുകൂലിക്കാൻ യൂണിയൻ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയ്ക്കെതിരെയാണ്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവസാനം ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞ് ഇതിനകത്ത് എല്ലാം ഇന്ത്യയിലെ മൈനോറിറ്റിക്ക് കിട്ടുന്ന വല്ല അഡ്വാൻറ്റേജ്. കാരണം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത ആർഗ്യുമെൻ്റ് ഉണ്ടാകും, നല്ല ഹൈ ക്വാളിറ്റി ആർഗ്യുമെൻ്റ് ഉണ്ടാകും. അതിനകത്ത് തകർന്നു പോകുന്ന ഇതേപോലെയുള്ള ബില്ലുകൾ പാസ്സാക്കിയെടുത്ത ഗവൺമെൻറ്റിനെ ഈ പറയുന്ന സുപ്രീം കോർട്ട് ശാസിക്കും. അതൊക്കെ ഫൈനൽ സ്റ്റേജിലായിരിക്കും. പക്ഷെ ആദ്യം ഇതിന് സ്റ്റേ കൊടുക്കും. അപ്പോൾ സ്റ്റേ കൊടുത്തു കഴിഞ്ഞിട്ട് 3-4 വർഷം ഇതിൻ്റെ ആർഗ്യുമെൻ്റ് കഴിഞ്ഞിട്ട് ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. അതായത് വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ സംഘപരിവാർ കൊണ്ടുവന്നൊരു അജണ്ടയായിരുന്നു ഇത്. സ്റ്റേറ്റുകളിലെ കൊണ്ട് ഇതേപോലെ ബില്ലുകൾ കൊണ്ടുവരിക, അതിനുശേഷം സുപ്രീം കോടതി വരിക, അതിനുശേഷം ഇതങ്ങ് പാസ്സാക്കി എടുക്കുക, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയും. അതാണ് ഇവർ തന്നെ പൊളിച്ചൂര കാണുന്നത്. അതാണ് ഈ മരപ്പൊട്ടന്മാർക്ക് ബുദ്ധിയില്ലാതാണ് ചെയ്തത്. കാരണം ഇവരുടെ ധാരണയെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്ര മാറ്റം ഉണ്ടായി, ഇന്നിവർക്ക് ഏകദേശ കണക്ക് കിട്ടിയില്ലായിരുന്നു. ഇത് ഞാൻ പല RSSകാരോടും പറഞ്ഞ്, ഇന്ത്യയിലെ ദളിത്സിലെ ബഹുഭൂരിപക്ഷം ആദിവാസികളും ക്രൈസ്തവ വിശ്വാസികളാണ്. ഇതിൻ്റെ കാരണം നിങ്ങൾ ജാതിയുടെ ഇഷ്യൂലാണ് ഇവരെല്ലാം പോയിരിക്കുന്നത്. അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം വരാൻ പോകുന്ന സമയങ്ങളിൽ ഇന്ത്യയുടെ മെജോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുക്കളല്ലാതെ, ഹിന്ദു വിശ്വാസികളല്ലാതായി മാറും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട്. ഇവരത് വലിയ സീരിയസ് ആയിട്ട് RSS ഒക്കെ എടുത്തു. പക്ഷെ അവർക്കത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? കാരണം അതിനകത്തെ ചില ആൾക്കാർ നടക്കാൻ ഇത് സമ്മതിക്കത്തില്ല. ഇപ്പം ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂവായി ബന്ധപ്പെട്ട് കേരളത്തിലെ BJP പ്രസിഡന്റ് സുരേഷ് ഗോപി അവരുടെ അഭിപ്രായം വ്യത്യസ്തമാണ്. പക്ഷെ RSSന്റെ അഭിപ്രായം എന്തുവാ? പദപരിവർത്തനം, അത് ഇത് കോട. അവസാനം ആർക്കാണ് അടി കിട്ടിയത്? ഞാൻ day 1 ഓൺവേർഡ്സ് പറയുകയാണ്, നിങ്ങൾ പോകുന്ന ട്രാക്ക് ശരിയല്ല. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവരുമായിട്ട് ഈ പറയുന്ന BJPക്കാർ, കേരളത്തിലെ BJPയുടെ ബന്ധം കണ്ടു വൈഡായി മാറി. ഇതാണ് ഉണ്ടായത്. ഇനി ഞാനീ പറയുമ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളിലൂടെ പറയാം. ഈ നേപ്പാൾ ഇഷ്യോടെ മാറ്റിവെക്കുക. ഈ ഫർദറായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ അജണ്ട കൊണ്ട് മുന്നോട്ട് പോകാൻ നടക്കുന്ന കാര്യമല്ല. പലതും ഹിന്ദു രാഷ്ട്രം നടക്കുന്ന കാര്യം നടക്കത്തില്ല. ഈ പറയുന്ന ക്രൈസ്തവരെയും മുസ്ലിങ്ങളെ സിഖുകാരെയും പാഴ്സികളെയും അതേപോലെ തന്നെ ജൈനന്മാരെയൊക്കെ കൊണ്ട് കടലിൽ ഒതുക്കാൻ പറ്റും? നടക്കത്തില്ല. ഇന്ത്യയിൽ ഹിന്ദുക്കളെ ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ നടക്കത്തില്ല. കാര്യം എന്താ? ജാതീയത. ഇന്ത്യയുടെ ബാക്ക്വേർഡ് ക്ലാസ് ഇവിടുത്തെ അപ്പർ കാസ്റ്റിനെ വിശ്വസിക്കത്തില്ല. മോദിയുടെ ഗിമിക്സ് കൊണ്ടാണ് ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് കൂടി നിന്നത്.
അതിനകത്ത് RSSന്റെ കാര്യപ്രാപ്തി അല്ല, അത് BJPയുടെ പൊളിറ്റിക്സ് ആണ് അതിൻ്റെ കാരണം. അതിനകത്ത് ചെറിയ സോഫ്റ്റ് ഹിന്ദുത്വമുണ്ട്. ഹാർഡ് കോർ ഹിന്ദുത്വയിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളും അതിനെ എതിർക്കും. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒരു കാരണം മാത്രമല്ല, ഇന്ത്യയിലെ ഉരുവപ്പെട്ട എല്ലാ ഹിന്ദുക്കൾക്കും ഒരു സോഫ്റ്റ് ഹിന്ദുത്വമുണ്ട്, സത്യമാണത്. പക്ഷെ അവർ ഇത് കാരണവശാൽ ഹാർഡ് കോർ ഹിന്ദുത്വയിലോട്ട് പോകത്തില്ല. പോകാത്തതിൻ്റെ കാരണം എന്താ? അവർക്കറിയാം അവർ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോകും. ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് അവരെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുമെന്നറിയാം. അതതിൻ്റെ കാര്യം. അതായത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്, ഈ സുപ്രീം കോടതി കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരം, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന് കിട്ടിയിരിക്കുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഇന്ത്യയിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ സംഘപരിവാറിൻ്റെ ബജറാങ് ദളിൻ്റെ അജണ്ട തൽക്കാലത്തേക്ക് പൊളിഞ്ഞു പോവുകയാണ്. കാരണം ശക്തമായ സുപ്രീം കോടതി ആവശ്യപ്പെടും കേസുകൾ എടുക്കാൻ. ഈ കേസുകൾ മുഴുവനും ഇല്ലാതാവും, എടുത്ത കള്ളക്കേസുകൾ. ഇവരെ മുഴുവനും ജയിലിൽ നിന്ന് പറഞ്ഞു വിടും. അതായത് പോലീസിന് പോലും പേടിയായിരിക്കും ബുൾഡോസർ കൊണ്ടിറങ്ങാൻ. ഒന്നാമത് ബുൾഡോസർ സംഭവത്തെ ശക്തമായ രീതിയിലാണ് സുപ്രീം കോടതി ശാസിച്ചിരിക്കുന്നത്. അതായത് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, മധ്യപ്രദേശിലെ സീഷോർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ജബ്ബാർ ഖാൻ, അദ്ദേഹം ഈ ബ്രദറിന് വേർപാടെന്നൊക്കെ പറയുന്ന അവരുടെ ഒരു പാസ്റ്ററാണ്. അപ്പം അയാളുടെ ചർച്ചിൽ ഈ ബുൾഡോസർ കൊടുന്ന് ഇടിച്ച് കളയുന്ന അയാളും അയാളുടെ ഭാര്യ ഇപ്പോഴും ജയിലിനകത്താണ്. ആദ്യം റിലീസ് ചെയ്ത് വീണ്ടും അവരെ കൊണ്ടകത്തിട്ടു. ഇത് മുഴുവനും കള്ളക്കേസ് ഉണ്ടാക്കിയെടുത്തതാണ്. അവസാനം ഇത് പോലീസിനും ഇന്ത്യക്കും തലവേദനയായി. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതായത് ഇന്ത്യ ഒരു ബഹുഭൂരിപക്ഷം ദളിറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഇന്ത്യയുടെ ഇമേജ് എത്രമാത്രം താഴോട്ട് പോകും? അതായത് ഗതി പിടിക്കാത്ത കുറച്ച് ശവങ്ങളുണ്ട് എല്ലായിടത്തും. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ആ മാക്രികളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വൃത്തികെട്ടവന്മാരുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സംസ്കാരവും കൾച്ചറും ഉണ്ട്. നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ടാണ് ഗ്ലോബലായിട്ട് ഇന്ത്യക്കാർക്ക് എവിടെയും പ്രൈഡായിട്ട് നടക്കാൻ പറ്റുന്നത്. അതിനെ നശിപ്പിക്കുന്നവരെ ഉറപ്പായിട്ടും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ വെറുതെ വിടത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് സുപ്രീം കോടതി ഈ ഇഷ്യൂ എടുക്കുന്നത്.